നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള വീടുകളെയും മികച്ച ആർക്കിടെക്റ്റുകളെയും പരിചയപ്പെടുത്തുന്ന മൈ ബെറ്റർ ഹോമിന്റെ ഹോം ടൂർ വീഡിയോ ഇന്ന് വന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള സ്ഥലത്താണ്. എൻ്റെ പുറകിൽ കാണുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലക്ഷറി സെഗ്മെന്റിൽ പെടുത്താവുന്ന വീടിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ ഹോം ടൂർ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. കൈലാസ് എന്നാണ് ഈ വീടിന് പേര് വെച്ചിരിക്കുന്നത്. നേരെ നമ്മളിപ്പോൾ പോകുന്നത് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് സ്പേസിലേക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്ന അത്രയും വിശാലമായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് സ്പേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്നത് മുഴുവൻ പെബിൾ സ്റ്റോൺ ആണ്. കോബിൾ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ സ്റ്റോണുകളാണ്. അത് ഈ പാത്ത് വേസിൽ മുഴുവനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ കാർ ഗ്യാരേജ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ ഗാരേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഓഫീസ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റൈൽ ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട് വെച്ചിരിക്കുന്ന ഓണറുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ സോഷ്യൽ സർവീസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആളുകളൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 50 വീടുകൾ കേരളത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു മനസ്സ് കാണിച്ചിട്ടുള്ള വ്യക്തി കൂടെയാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പമ്പാവാസൻ നായർ സർ എന്നാണ്. അദ്ദേഹവും ഭാര്യയും മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഓരോ വർഷവും 10 വീട് വെച്ചിട്ട് അങ്ങനെ 5 വർഷം കൊണ്ട് 50 വീടുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ വീട് വെച്ചതിനോടൊപ്പം തന്നെ സാറ് ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, വീട് വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നിർമ്മാണ മേഖലയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ജോലി നൽകാൻ കൂടെ സാധിച്ചിട്ടുള്ള ഒരു വീട് കൂടെയാണ്. മുൻവിധികളില്ലാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം തുടക്കത്തിലേ പറയുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ആർക്കിടെക്ചറൽ പാർട്ടിലേക്ക് കടക്കാം. വീടിൻ്റെ വെളിയിൽ ലോണിനോട് ചേർന്നിട്ട് ഒരു പാറ്റിയോ സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഗേബിൾ റൂഫിംഗ് ഒക്കെ നൽകിയിട്ട് വീടിനകത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും പുറത്തു നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു പാറ്റിയോ സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണാം. പൂർണ്ണമായിട്ടും വാസ്തു കൺസിഡറേഷനോട് കൂടെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് ദർശിനിയായിട്ട് നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ഡബിൾ ഡോർ ആയിട്ട് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ CNC വർക്കുകൾ ഗോൾഡൻ കളറിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ്. 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോറാക്ക് നൽകിയിട്ടുണ്ട്. ഒരു കൺസോൾ യൂണിറ്റ് പോലെ വുഡൻ ഷെയ്ഡിലാണ് അത് നൽകിയിരിക്കുന്നത്. വാളില് മിറർ യൂണിറ്റുകൾ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഒരു ഗോൾഡൻ ഫിനിഷ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഹാൻഡിൽസിലാണെങ്കിലും ബോർഡേഴ്സിലാണെങ്കിലും ഒക്കെ കാണാം. റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഒരു ടെമ്പററി പാർട്ടീഷൻ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാം ന്യൂട്രൽ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒത്തിരി ഗസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. ഒത്തിരി ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. ഈ ഒരു മുറിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് കറക്റ്റ് അളവിനാണ് ഈ സോഫ എല്ലാം പണിയിപ്പിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വാളിൽ കൊടുത്തിരിക്കുന്നത്. പാനലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇത് അപ്ഹോൾസ്ട്രി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിൽ പോളികാർബണേറ്റ് ഷീറ്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഇവരാണ് ഈ വീടിന്റെ ആർക്കിടെക്ട്, സവീറ്റോ ഡിസൈൻ സ്റ്റുഡിയോ അല്ലേ? നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് വീണ അനീഷ്. ഞാൻ ശ്രീരാഗ്. എൻ്റെ പേര് ടോണി. എൻ്റെ പേര് അലക്സ്. നിങ്ങൾ 4 പേരുമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ആളുകൾ. അതെ അതെ. ശരിക്കും നമ്മുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ്, എവിടെയാണ് ഓഫീസ്, നിങ്ങൾ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ശരി. നമ്മുടെ സവീറ്റോ ഡിസൈൻ സ്റ്റുഡിയോ ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഫേം ആണ്. അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റ്ല ജവഹർ നഗർ ആണ്, എറണാകുളത്ത് വൈറ്റിലയാണ്. അതെ അതെ അതെ. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ആർക്കിടെക്ചറൽ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയേഴ്സ്, അങ്ങനെ ടേൺകി ആയിട്ടും പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് സർവീസസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ശരി ശരി. നിങ്ങൾ 4 പേരും ഫ്രണ്ട്സ് ആണോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു അവിടെ നിന്ന് കണ്ടു പരിചയപ്പെട്ടതാണോ? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടീം ഫോം ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ആക്ച്വലി പല ഫേംസിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഫ്രണ്ട്സും ആണ്. അങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ ഒരുമിച്ച് ചെയ്യാം എന്നൊരു ഡിസിഷൻ. വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു യങ്ങർ ആയിട്ടുള്ള ഒരു കമ്പനി നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. അതെ അതെ. ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ ഒരു വീടും ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വന്നിരിക്കുന്നത് അല്ലേ? ഓരോരുത്തരും എന്തൊക്കെയാണ് ഓഫീസിൽ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഞാൻ ബേസിക്കലി കസ്റ്റമർ റിലേഷൻസും ഓപ്പറേഷൻസും വരുന്നത്. ഞാൻ ആർക്കിടെക്ട് ആണ്. ഓ, നിങ്ങളാണ് ആർക്കിടെക്ട്. ഞാൻ ഇന്റീരിയറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ശരി ശരി. കൺസ്ട്രക്ഷൻ ഹെഡ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്യുന്നത്. ആർക്കിടെക്ടിന്റെ കയ്യിൽ നിന്ന് മൈക്ക് കൊടുക്കും.
അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകളാണ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചാണ്, വളരെ യങ് ആയിട്ടുള്ള ഫേസുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വീടിൻ്റെ ഹൗസ് ഓണർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഏതൊരു റിക്വയർമെൻറ്റും ആയിട്ടാണ് നിങ്ങൾ അടുത്ത് വന്നതെന്നുള്ള കാര്യം ഒന്ന് പറയും? യെസ്, അത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു പമ്പേഴ്സൺ സർ. കാരണം ഇത്ര വലിയൊരു പ്രൊജക്റ്റ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ സാറിൻ്റെ ഒരു കോൺഫിഡൻസും വലുതായിരുന്നു. ഓഫ് കോഴ്സ്. അപ്പോൾ സാറിൻ്റെ ഒരു മെയിൻ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, സാർ ബഹ്റൈനിലാണ്, ഈസ് ദ MD ഓഫ് അമദ് ഗ്രൂപ്പ്. അപ്പോൾ അവിടെ മാൻഷനിലൊക്കെ തന്നെയാണ് സാർ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു റിക്വയർമെൻറ്റ് തന്നെയായിരുന്നു സാറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നത്. അതായത് സ്പേസ് മാസീവായിട്ട് ഫീൽ ചെയ്യണം, അകത്ത് ഒരിക്കലും കൺജസ്റ്റഡ് ആവരുത്. അതുപോലെ തന്നെ കളർ ടോൺസിലെല്ലാം ഒരു കളർ തീം ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു ബേസിക് നമ്മുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ വാസ്തു ഓറിയന്റഡ് പ്ലാൻ, അതായിരുന്നു പ്രൈം ഇമ്പോർട്ടൻസ്. നമ്മുടെ നാട്ടിൽ വീട് വയ്ക്കുന്ന സമയത്ത് നാടിന്റെ കാലാവസ്ഥയ്ക്കും നാടിന്റെ സംസ്കാരത്തിനും ചേരുന്ന തരത്തിലുള്ള ഒരു വീടായിരുന്നു സാർ വിചാരിച്ചത്. അതെ, എക്സാക്ട്ലി. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതൊന്ന് കാണാം അല്ലേ? തീർച്ചയായും. ഫോർമൽ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. നമ്മുടെ പഴയ തറവാട്ട് വീട്ടിലൊക്കെ കാണുന്ന നടുമുറ്റം കൺസെപ്റ്റില്ലേ, ആ ഒരു സ്റ്റൈല് പുതിയൊരു മോഡേൺ സെനാരിയോയിലേക്ക്, ഒരു ഫാമിലി ലിവിങ് സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുണ്ടോ. ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സെൻറ്റർ ഓഫ് ദ പോർഷൻ, ഈ വീടിൻ്റെ കോർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ആണ്, മുകളിൽ നിന്ന് സൺലൈറ്റ് വരാനുള്ള ഗ്ലാസ് ഏരിയാസ് ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് സീലിങ്ങിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീടിൻ്റെ പ്ലാനിങ് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു വീടിൻ്റെ ഫ്രണ്ട് ഫേസ് വരുന്നത് നോർത്ത് ഫേസിംഗ് ആണെന്നുള്ളത്. ഈ ഭാഗമാണ് സൗത്ത് വെസ്റ്റ് വരുന്നത്, അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ഭാഗമാണ് ഈസ്റ്റ് വരുന്നത്, അവിടെയാണ് പൂജാമുറി നൽകിയിരിക്കുന്നത്. ഈ ഭാഗമാണ് സൗത്ത് ഈസ്റ്റ് വരുന്നത്, അവിടെയാണ് അടുക്കള നൽകിയിട്ടുള്ളത്. ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസ്, ഫോർമൽ ഡൈനിങ് സ്പേസ് ആണ്. ശരിയാകും, എന്താ ശരിക്കും കാണുന്നത്? എത്ര സ്പേസ് ഇവിടെ കൊടുത്ത്, എത്ര സീറ്റിംഗ് അറേഞ്ച്മെന്റ്, 16% 16 ആളുകൾക്ക് ഇരിക്കാം. ഒരു ജയന്റ് ഡൈനിങ് ടേബിൾ എന്ന് പറയാം അല്ലെ? അതെ. ഈ ഡൈനിങ് ടേബിളിന് എന്ത് വലുപ്പമുണ്ട് ശരിക്കും? ഇത് 5.8 മീറ്റർ ലെങ്ത് ഉണ്ട്. 5.8 മീറ്റർ ആണ് വരുന്നത്. കൗണ്ടർ ടോപ്പ് എന്താ നൽകിയിരിക്കുന്നത്? ഇത് കൊറിയൻ ടോപ്പ് ആണ് ചെയ്തത്. കൊറിയൻ ടോപ്പ് ആണ്. കൊറിയൻ ടോപ്പ് നമുക്ക് ഇത്തരത്തിലുള്ള കൗണ്ടർ കിച്ചണിലും ഡൈനിങ് ടേബിളിലും കൊടുക്കാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഈ ടേബിളിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ഇതിന്റെ ലെഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്തിട്ടുള്ളത്? ഇത് PVD കോട്ടിംഗ് ആണ്, ഗോൾഡൻ PVD കോട്ടിംഗിലാണ് ചെയ്തേക്കുന്നത്. SS-ലാണ് നമ്മൾ PVD ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇവിടെ വെച്ച് തന്നെ പണിയാതെ നമുക്ക് ലോറിയിൽ കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ അസംബിൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, നമ്മൾ ടേബിൾ ആക്ച്വലി അസംബിൾ ചെയ്തത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ്, നമ്മൾ ഫിനിഷ് ചെയ്തത് പുറത്തുനിന്ന് ചെയ്തിരിക്കും കൊണ്ടുവന്നിരിക്കുക. ഫ്ലോറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും നമ്മൾ ടൈലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സീലിംഗും ഇവിടെ അതേപോലെ ലക്ഷറി സെഗ്മെന്റിലാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സം പ്ലസ് അതിന്റെ കൂടെ ഒരു ഗോൾഡൻ ഒരു ബീഡിങ്ങും കൂടെ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ സെന്ററിൽ ആ ഡൈനിങ് ടേബിളിന്റെ സെന്റർ പോർഷനിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ ഒരു ഇതിന്റെ ഒരു ഫോസി സ്റ്റൈലിന് ഒരു കുറച്ചുകൂടെ ടോട്ടലി ഒന്ന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. എക്സാക്ട്ലി. ആൻഡ് ഈ ഒരു സ്പേസ് ശരിക്ക് ഫുഡ് സെർവിങ്ങിന് വേണ്ടിയിട്ടാണ്. അതെ, ഇത് ബുഫറ്റ് കൗണ്ടേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുക. ഓക്കെ, നമുക്ക് ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഗസ്റ്റ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ 2 ബേസിൻസ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കോമൺ ടോയ്ലറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. സോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ശരിക്കും 2 ഡൈനിങ് സ്പേസ് ഉണ്ട് അല്ലേ? ഇപ്പൊ പുറത്തുനിന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ആ ഒരു ഫോർമൽ ഡൈനിങ് സ്പേസ്, ഇതേപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വേറൊരു ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ഉണ്ട് അല്ലേ? സാറിന് 2 മക്കളാണല്ലോ തോന്നുന്നു അല്ലേ? സാറിന് 2 മക്കളാണ്. ഇതിപ്പോ ഒരു 10 സീറ്റർ സ്പേസിന് വേണ്ടിയിട്ടുള്ളൊരു ഡൈനിങ് ആയിട്ട് എടുത്തേക്കുന്നത്. ശരി. ഇപ്പൊ ബന്ധുക്കളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം. അതെ. ഓക്കെ. ഈ ഒരു ഭാഗത്ത് ഡെക്കറേഷൻ വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊട്ട് ബാക്കിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ലൂവർ സിസ്റ്റം ഒന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ് അതിൽ ചെയ്തിരിക്കുന്നത്? നമ്മൾ ലാമിനേറ്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ലൂവേഴ്സ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ്. കാരണം കുറച്ച് അധികം പ്രൊജക്ഷൻ ഡെപ്ത് ഉള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതില് MS കോട്ടിംഗ്, പൗഡർ കോട്ടിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആംബിയൻ ലൈറ്റും കൂടി അതിനകത്ത്, ചെറിയ ലൈറ്റുകൾ അതിനകത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ ആണ് വരുന്നത്. അതിൽ ബ്ലൈൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പിൽ ഇവിടെ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് കൊറിയൻ ടോപ്പ് തന്നെ, സെയിം കൊറിയൻ ടോപ്പും പിന്നെ നമ്മൾ താഴെ കൊടുത്തേക്കുന്നത് PVD കോട്ടിങ്ങോ. ചെയറിന്റെ ഡിസൈനും എക്സാക്ട്ലി ഫോർമൽ ഡൈനിങ്ങിന്റെ സെയിം തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു സെർവിംഗ് പ്ലേസ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലെ? ഒരു കൺസോൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു.
ഇവിടെയും ഇതേ രീതിയിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പൊതുവെ ഈ ബിൽഡിങ്ങിന് കുറച്ച് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിപ്പോൾ ടോട്ടൽ 14 feet ആണ് ഹൈറ്റ് വന്നേക്കുന്നത്. 14 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം സെൻട്രലൈസ്ഡ് എ സി ആയതുകൊണ്ടും അതിനുള്ള ഡെപ്തും കൂടി കൺസിഡർ ചെയ്യാം. അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു എയർ ടൈറ്റ് ഫീൽ ചെയ്യില്ല. കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ സെപ്പറേറ്റ് ഒരു പൊസിഷനിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ നൽകിയിരിക്കുന്നു, അതിന് ഗോൾഡൻ ബോർഡർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം കൗണ്ടർ ടോപ്പ് മെറ്റീരിയൽ നൽകിയിരിക്കുന്നു, വുഡൻ വാനിറ്റി കൗണ്ടേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കിച്ചൺ സ്പേസിലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ നമുക്ക് തുടങ്ങാം. കളറിലേക്ക് വരുമ്പോൾ ഇത് കാപ്പിച്ചീനോ വരും അല്ലേ? അതെ, കാപ്പിച്ചീനും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റും കൂടെ കോമ്പിനേഷൻ ആയിട്ട് അക്രിലിക് ഫിനിഷ് ആട്ടോ നൽകിയിട്ടുള്ളത്. അതിന്റെ ഒരു ഗ്ലോസിനെസ് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഈ ഒരു കിച്ചണിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ലക്ഷറി എലഗന്റ് ലുക്കും ഒരു തീമുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ഇത് പ്രൈമറി കിച്ചൺ ആണോ അല്ലെങ്കിൽ ഫോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന കിച്ചൺ? ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. കിച്ചന്റെ അകത്ത് തന്നെ ഒരു പാൻട്രി സ്പേസിന്റെ ഒരു സെഗ്രേഷൻ വന്നിട്ടുണ്ട്. ശരി, ഇത് ഏകദേശം 8 meter by 4 meter ലെങ്ത് വരുന്നത്. 8 മീറ്റർ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മുകളിലൊക്കെ സ്റ്റോറേജ് യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള ലോഫ്റ്റ് സ്റ്റോറേജ് മുകളിൽ കൊടുത്തിരിക്കുകയാണ്. അതെ, അത്യാവശ്യം സ്റ്റോറേജ് വേണമെന്നുള്ളത് തന്നെ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ഏരിയ നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു വാള് മുഴുവനായിട്ടും സ്റ്റോറേജ് കൊടുത്തിരിക്കുകയാണ് അല്ലെ? ഇവിടെ ടോൾ യൂണിറ്റ് നൽകിയിട്ട് 4 ഡോറുള്ള ഒരു വാർഡ്രോബ് സ്പേസിലൊക്കെ കൊള്ളുന്ന അത്രയും സാധനങ്ങൾ കിച്ചണിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വേണ്ടാത്ത ഒരു സാധനം പോലും പുറത്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം അകത്ത് നമുക്ക് കയറ്റി കൺസീൽ ചെയ്ത് വെക്കാം. അതാണ് വലിയൊരു കിച്ചന്റെ ഒരു പ്രത്യേകത അല്ലെ? എക്സാക്ട്ലി. ഇതിന്റെ കൂടെ തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. വർക്ക് ഏരിയയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇത് ഏകദേശം 5 meter by 3 meter ആണ് വന്നേക്കുന്നത്. ശരി. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റോർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ശരി. ഇവിടെയും അവിടെ കൊടുത്ത പോലെ തന്നെ എല്ലാ ഏരിയാസിലും നമ്മൾ ടോപ്പ് ഷെൽഫും അതുപോലെ തന്നെ ലോഫ്റ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സിങ്കിന്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. സോ വർക്ക് ട്രയാങ്കിൾ വളരെ ഈസിയാണ് അല്ലെ? പെട്ടെന്ന് തന്നെ ആളുകൾക്ക് സാധനങ്ങൾ എടുത്ത് ഇവിടുന്ന് വാഷ് ചെയ്ത് കുക്ക് ചെയ്യാൻ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ പൂജാ സ്പേസ് ഒന്ന് കാണാം അല്ലേ? ശരിക്കും കേരളത്തിൽ പല സ്ഥലത്തും പല രീതിയിലാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കിഴക്ക് ഭാഗത്താണ് പൂജാമുറികൾ സെറ്റ് ചെയ്യാറുള്ളത് അല്ലേ? ഈ സ്പേസിംഗ് ആയിട്ടാണ് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത്. യെസ്. ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ദൈവികത നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പൂജാമുറിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെപ്പറേറ്റ് സ്പേസ് തന്നെ അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന്റെ വിഷ്വലുകൾ നമുക്കൊന്ന് കാണാം. എന്തൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയാം, ആ ഒരു ഡിസൈൻ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മൾട്ടിവുഡിൽ CNC കട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, ബാക്ക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സൈഡ്സിൽ ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ആ ഒരു ഗോൾഡൻ ടച്ച് ആൻഡ് ആന്റിക് ഫീലിംഗ് വരുന്ന രീതിയിലാണ്. ഇവിടുത്തെ ഒരു പെയിന്റിങ്ങും ഈവൻ ഇവിടുത്തെ സ്മെല്ല് പോലും ആ ഒരു ഡിവൈൻ ഫീല് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കാണാനാണുള്ളത് ബെഡ്റൂമുകളാണ് അല്ലേ? ശരിക്കും ഇവിടുത്തെ ഫാമിലി ബെഡ്റൂംസ് ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മാസ്റ്റർ ബെഡ്റൂം നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. മുകളിലാണ്. അതെ, സൗത്ത് വെസ്റ്റിലാണ് അത് പൊസിഷൻ ചെയ്തത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ വെച്ചാൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്താണ്. മാസ്റ്റർ ബെഡ്റൂം നേരെ ഇതിന്റെ മുകൾ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാം അല്ലേ? ഇതാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ശരിക്കും സ്റ്റെയർ നല്ല വിഡ്ത്തിലാണോ നൽകിയിട്ടുള്ളത്? എത്ര ഫീറ്റ് ഉണ്ടാവും ഇത്? 6 feet വിഡ്ത്ത് വരുന്നുണ്ട്. 6 അടിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റെപ്പുകൾക്കും ലൈറ്റ് നൽകിയിട്ടുണ്ട്. ആ ഒരു ലൈറ്റിംഗ് ഓറ നല്ല ഭംഗിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വാളിലേക്ക് വരുമ്പോൾ ഇത് പാനലിംഗ് ആണോ ചെയ്തത്? അല്ല, ഇത് ടൈലിലാണ് ചെയ്തേക്കുന്നത്. ടൈലാണ്. പിന്നെ അതിൽ മിറർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ വീട്ടിൽ എത്ര ബെഡ്റൂം ഉള്ളത്? ടോട്ടൽ 5 bedrooms. 5 ബെഡ്റൂമുകളുണ്ട്. 2 താഴെ, 3 മേലെ. 3 മേലെ. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം അല്ല അല്ലേ? അതെ, കുട്ടികളുടെ ബെഡ്റൂം ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് വലിയ മക്കളല്ലേ അവര്? രണ്ടുപേരും വലിയ ആളുകളല്ലേ? ഓക്കെ, സണ്ണിന്റെ ബെഡ്റൂം ആണ് ഈ കാണുന്നത്. റൈറ്റ്. ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് പറഞ്ഞു തുടങ്ങാം. റൂം സൈസ് എങ്ങനെയാ? ഇത് ഏകദേശം 5.5 meter by 5 meter സൈസാണ് വരുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് കോൽക്കണക്കിലുള്ള അളവ് പറയേണ്ടതായിട്ട് വരും. മീറ്ററിൽ നമ്മൾ ഏകദേശം ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 5.5 ആണ് അതിന്റെ ലെങ്ത് വരുന്നതെന്ന് പറയാം. കിങ് സൈസിലുള്ള ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡുകളൊക്കെ കുഷൻ വർക്ക് ചെയ്തിരിക്കുന്നു അല്ലേ? ഇതെല്ലാം നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്തല്ലേ? അതെ, കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. സൈഡ് ടേബിൾ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. വാൾ പാനലിംഗിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചു? ഇത് ലാമിനേറ്റ് ഫിനിഷസ് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ലാമിനേറ്റ് ആണ്. ഒരു സ്പെഷ്യൽ ലാമിനേറ്റ് ആണ് തോന്നുന്നു അല്ലേ? ഒരു ലെതറിന്റെ ഫീൽ കാണുമ്പോൾ ഉണ്ടാവും, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ലാമിനേറ്റ് ആണ് മനസ്സിലാവുകയും ചെയ്യും.
പിന്നെ അടുത്ത് പോയേക്കുന്നത് ലാമിനേറ്റ് ഫിനിഷ് എന്ന ലൈറ്റ് വുഡൻ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ. പിന്നെ ഒരു ഗോൾഡൻ ബീഡിങ് വന്നു. യെസ്, ഇതും ലാമിനേറ്റ് അല്ലേ വരുന്നത്? അതെ, അത് ലാമിനേറ്റ് തന്നെയാണ്. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലൂവർ പാറ്റേൺ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ വാളിൽ ഇതേപോലെ ഒരു സർക്കിൾ സ്പേസ് നൽകിയിരിക്കുന്നു. സർക്കുലർ സ്പേസിന്റെ ചുറ്റും ഇതേപോലെ ലൈറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ? യെസ്. കേർട്ടനിലേക്ക് വരുന്ന സമയത്ത് ഡബിൾ ട്രാക്ക് കേർട്ടൻ, ഒരു ബ്ലാക്ക് ഔട്ടും ഒരു ഷിയർ കേർട്ടനുമാണ് നൽകിയിരിക്കുന്നത്. 2 ആം ചെയർസ് ഇതാ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആട്ടോ. ഒരു 5x5 നിങ്ങൾ ബെഡ്റൂം ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ആ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു TV യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. മുഴുവൻ പാനലിംഗ് ചെയ്തിരിക്കുക അല്ലേ? അതെ, പാനലിംഗ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂരിയോ സ്പേസിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. അടിഭാഗത്ത് ഇതാണ് സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഗ്ലാസ്, ടിൻറ്റഡ് ഗ്ലാസ് ആണ് ഇതിന്റെ ഡ്രോവേഴ്സ്. ഇത് ലാമിനേറ്റ് അല്ലല്ലോ, ഗ്ലാസ് തന്നെയല്ല? അല്ല, അത് ഗ്ലാസ് ഫിനിഷ്ഡ് ആണ്. ഗ്ലാസ് ഫിനിഷ് ആണ്. ലൈറ്റ് വുഡൻ ഷെയ്ഡ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ? യെസ്. ആ ഒരു റൂമിന്റെ ഫ്രഷ്നെസ്, ഒരു സ്കാൻഡിനേവിയൻ ടച്ച് അല്ലെങ്കിൽ ആ ഒരു ഓഫ് തീം നൽകുന്നത് ഈ ഒരു ലൈറ്റ് വുഡാണ്. ഈ ലൈറ്റ് വുഡിന്റെ തന്നെ പല ഷെയ്ഡ്സ് ഇവിടെ കാണാൻ പറ്റും. ലൈറ്റ് വുഡ് ഷെയ്ഡിന്റെ തന്നെ ഒരു കോമ്പിനേഷൻസ് ആണ് കൂടുതലും പോയേക്കുന്നത്. വാർഡ്രോബിന് സെപ്പറേറ്റ് ഒരു സ്പേസ് അകത്തേക്ക് നൽകിയിരിക്കുകയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് ആട്ടോ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി. വാർഡ്രോബിന് സ്പേസ് ഇല്ലാന്ന് ഒത്തിരി ആളുകൾ പറയുന്ന ഒരു പരാതിയാണ്. ഈ വീട്ടിൽ എന്തായാലും ആ ഒരു പരാതിക്ക് ഒരു സാധ്യത ഉണ്ടാവില്ല. കാരണം ഇത്രയധികം സ്പേസ് ആണ് വാർഡ്രോബിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ 2 സൈഡിലും കാണുന്നത് വാർഡ്രോബിന്റെ ഷട്ടേഴ്സ് ആണ് അല്ലേ? ഈ മിറേഴ്സ് ഫുൾ ആയിട്ട് ഡോറിൽ തന്നെ നൽകിയോണ്ട് മിററിന്റെ ആവശ്യവും സെപ്പറേറ്റ് ഇല്ല, ഫുൾ ആയിട്ട് മിററാണ് നൽകിയിട്ടുള്ളത്. സാറിന്റെ ഒരു ഫസ്റ്റ് റിക്വയർമെന്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മാക്സിമം സ്റ്റോറേജ് സ്പേസും ഷട്ടർ സ്പേസും വേണം. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒന്ന് കാണാം നമുക്ക്. ഇതാണ് ടോയ്ലറ്റിന്റെ ഡിസൈൻ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത്. ടൈൽ കോമ്പിനേഷൻ ആണ് നൽകിയിട്ടുള്ളത്. ഒരു ക്യാപ്പിച്ചിനോ കളറും അതേപോലെ ഒരു മാർബിൾ പാറ്റേണുമാണ് ടൈലിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ അണ്ടർ ക്യാബിനറ്റ്സ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം ശരിക്കും ഒരു ഗ്രാൻഡ് ബെഡ്റൂം ആണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം അതിൻ്റെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ലുക്ക് നിങ്ങൾ കാണണമെങ്കിൽ ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്പേസും നിങ്ങൾ നിൽക്കുന്ന സ്പേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മാത്രം മതിയാവും. ഈ ഒരു ബെഡ്റൂമിന് സൈസ് നൽകിയിരിക്കുന്നത് 7.8 മീറ്റർ ലെങ്ത്, 7.3 മീറ്റർ വിടുത്തുമായിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും കോൽക്കണക്കിലുള്ള അളവാണ്. ഞാനൊരു ആവറേജ് കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മീറ്ററിൽ പറയുന്നത്. കിങ് സൈസിൽ വരുന്നൊരു ബെഡാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഹെഡ് ബോർഡ് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് വാൾ പാനലിംഗ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു മാസീവ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ബോൾഡാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് 2 ആം ചെയർസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സെൻറ്റർ ടേബിൾ നൽകിയിരിക്കുന്നു. ഇതാണ് വിൻഡോ സ്പേസ്. നല്ല രീതിയിലുള്ള സൺലൈറ്റ് ഈ ഭാഗത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് വാളിൽ വലിയൊരു TV യൂണിറ്റ് നൽകിയിരിക്കുകയാണ്. ഈ ഒരു വാള് മുഴുവനായിട്ട് പാനലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഒരു TV നൽകിയിട്ടുണ്ട്. അടിഭാഗത്താണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ശരിക്കും ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് നടക്കാനും പുസ്തകങ്ങൾ വായിക്കാനും റൂമിൽ ഒരു കൺജക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇവിടേക്ക് വരുന്ന സമയത്ത് വർക്കിംഗ് ടേബിൾ നൽകിയിരിക്കുന്നു. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓഫീസ് ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാർഡ്രോബ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. 2 ഭാഗത്തും വാർഡ്രോബിന്റെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷനിൽ ചെയ്ത ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വാർഡ്രോബ് സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ മിററുകളൊക്കെ ഈ ഷട്ടറിന്റെ മുകളിൽ തന്നെ നൽകിയുണ്ട്. അഡീഷണലി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ മിററിൽ നോക്കിയിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സെപ്പറേറ്റ് ഒരു മിറർ യൂണിറ്റ് വേറെയും നൽകിയിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റുകളുടെയും ഡോർ ഡിസൈൻസ് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ലക്ഷറി ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ് ഡോർസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബിഗസ്റ്റ് ആയിട്ടുള്ളൊരു ബാത്റൂം സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നല്ല ലെങ്ത് ഉണ്ട്. ബാത്ത് ടബ് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ടോറ്റോയുടെ സെൻസർ ബേസ്ഡ് ആയിട്ട് വരുന്ന ക്ലോസറ്റ് ആണ്. ഈ കാണുന്ന ഭാഗത്താണ് ഇവിടുത്തെ വാഷ് ഏരിയയും വാനിറ്റി കൗണ്ടേഴ്സും നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് സീസർ സ്റ്റോൺ ആണ്. വലിയൊരു മിററാണ് നൽകിയിരിക്കുന്നത്. ഷവറിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വെറ്റേരിയ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതാണ് വെറ്റേരിയ സ്പേസ്. ഇതേപോലെ ഒരു ക്യൂബിക്കിൾ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ ബാത്ത് ടബിന്റെ കാര്യത്തിൽ അധിക വീട്ടിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയുകയാണ്. ആക്ച്വലി ഇതൊരു സ്പാ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ലൈറ്റ് തെറാപ്പി വരുന്നുണ്ട്, മസാജിങ്സ് വരുന്നുണ്ട്, നാനോ മസാജിങ്സ്, മൈക്രോ മസാജിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രാൻഡുകളും പല രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ബോഡി ജെറ്റ്സുകൾ ഇതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് തന്നെ വളരെ ഫൈനായിട്ട് നമ്മുടെ ബോഡി മസാജ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ലൈറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല ലൈറ്റിൽ വരുന്ന ലൈറ്റ്സുകൾ നൽകിയിട്ടാണ്. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകിയിരിക്കുന്ന ഒരു സ്പായാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്സ്റ്റെയറിലെ 3ാമത്തെ ബെഡ്റൂമാണ്. അത് ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലെങ്തി ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 8 മീറ്റർ ആണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്, 4 മീറ്റർ ആണ് ഇവിടെ വിഡ്ത്ത് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ നടക്കുന്ന ഭാഗത്ത് ഇതേപോലെ വുഡൻ ടൈൽസ് ആണ് ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും മാർബിൾ പാറ്റേൺ വരുന്ന വിട്രിഫൈഡ് ടൈൽസ് ആണ് നൽകിയിട്ടുള്ളത്. കട്ടിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബാക്കിൽ ഇതേപോലെ അപ്പോൾസ്റ്ററി നൽകിയിരിക്കുന്നു. 2 സൈഡിലും വുഡൻ ലൂവേഴ്സ് നൽകിയിരിക്കുന്നത്. ഒറിജിനൽ തേക്ക് മരം കൊണ്ടാണ് ഈ ഒരു ലൂവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പോളി കാർബണേറ്റ് ഷീറ്റ് ആണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഉള്ളതുപോലെ ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കർട്ടൻ കോമ്പിനേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തെ വാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും വാൾ പാനലിങ് ചെയ്തിരിക്കുകയാണ്. ടൈലാണ് ഇവിടെ പാനലിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ടൈൽ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ ആണ്. മാത്രമല്ല ഇത് പീൽ ഓഫ് ഒന്നും ചെയ്ത് ഒരിക്കലും വരില്ല. ആ ടൈലിൻ്റെ ഫിനിഷ് എന്നും നമുക്ക് അതേ രീതിയിൽ തന്നെ കിട്ടും. ആ ഒരു ഗ്ലോസി ലക്ഷറി ലുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. 2 ആംചെയർസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വാം ടോണിങ് ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് വുഡ്, ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും വാർഡ്രോബ് സ്പേസസ് നൽകി നല്ല സ്റ്റോറേജിലാണ് ഈ ഒരു ഭാഗം നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഏരിയ കൂടെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് റൂമാണ്. റീഡിംഗ് കം ഓഫീസ് സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ലൈബ്രറി സ്റ്റൈലിൽ ഇവിടെ ഫുൾ ബുക്ക് ഷെൽഫുകളാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ലാമിനേറ്റ് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോൺ പാറ്റേൺ, അതേപോലെ ഒരു ലൈറ്റ് വുഡൻ പാറ്റേണുമാണ് ലൈബ്രറി ഷെൽഫിന് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെയും ഇതേ രീതിയിൽ തന്നെ ഒരു ബുക്ക് ഷെൽഫായിട്ട് വലിയൊരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ, വലിയ വീടുകളൊക്കെ കാണിക്കുന്ന സമയത്ത് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ എന്നുള്ളത്. ശരിക്ക് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വലിയ വീടുകൾ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ വരും, അതേപോലെ തന്നെ ആ ഒരു വീടുമായിട്ട് ചുറ്റിപ്പറ്റി ഒരുപാട് തൊഴിൽ സാധ്യതകളും ഉയരും. അതോടുകൂടെ ആ നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സാധിക്കുന്ന ആളുകൾക്ക് വലിയ വീടുകൾ വെക്കാം. നമുക്ക് അത്തരത്തിലുള്ള വീടുകൾ തീർച്ചയായും മൈ ബെറ്റർ ഹോമിലൂടെ ആസ്വദിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണി സ്പേസിലേക്ക് പോകുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു ചില്ല് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ നൽകിയിരിക്കുന്നു. ബാൽക്കണി സ്പേസ് അടിപൊളിയാണ്. ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ബാൽക്കണി അല്ല. എന്നാൽ തന്നെ നമുക്ക് 3 സൈഡിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിൽ ഗ്ലാസ് ഒക്കെ നൽകി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഈ ഭാഗത്ത് ഫുൾ ഗ്ലാസ് ആണ്. 4 ചെയറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ്. ഈ വീട്ടിലെ ഹോം തിയേറ്റർ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോം തിയേറ്റർ ആണ്. 10 ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ സ്ക്രീനാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ ഇതെല്ലാം ഇലക്ട്രിക് റിക്ലൈനേഴ്സ് ആണ്. നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന റിക്ലൈനേഴ്സ് ആണ്. നല്ല കംഫർട്ട് വരുന്ന, ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന തരത്തിലാണ് ഈ റിക്ലൈനേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ ഒത്തിരി റീക്രിയേഷണൽ സ്പേസുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോം തിയേറ്റർ സ്പേസിലേക്കാണ്. നേരെ മുകളിൽ ടെറസിൽ ഒരു ഭാഗത്ത് ജിം ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രാവിലെ നമുക്ക് ജിമ്മിൽ പോകണമെങ്കിൽ വീടിന് മുകളിൽ തന്നെ സ്പേസ് ഉണ്ട്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ക്ലബ് ഹൗസ് സ്പേസ് ഉണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഒന്ന് സ്വിം ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ തൊട്ടടുത്ത വീടിനടുത്ത് തന്നെയുള്ള ആ ഒരു ക്ലബ് ഹൗസിലേക്ക് പോകാം. അവിടെ ടെന്നീസ് ഏരിയാസ് നൽകിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് പ്ലേ ഏരിയാസ് നൽകിയിട്ടുണ്ട്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വരുന്ന സമയത്ത് ചെറിയ ഒരു എന്താ പറയുക, ഒരു ഗ്യാതറിംഗ് സ്പേസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പുകളുമാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ റൂമുകളെ കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഗസ്റ്റ് ബെഡ്റൂം കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തെ ഗസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഈ ഭാഗത്താണ്. ബെഡ്റൂമിലേക്ക് കയറുന്ന ആദ്യ ഭാഗത്ത് തന്നെയാണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. തൊട്ട് ബാക്കിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോർ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് റൂമിൻ്റെ പൊസിഷൻ നൽകിയിട്ടുള്ളത്. റൂമിനകത്തേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് ലെങ്തി ആയിട്ടുള്ള റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 7 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്, 4 മീറ്റർ ആണ് വിഡ്ത്ത് വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. ഇതാണ്
ഹെഡ് ബോർഡ് പാനലിംഗ് ഡിസൈൻ നൽകിയിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ഇതേപോലെ ലൈറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ TV യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വാളിലേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബ് ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. നേരെ സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വാളിനകത്ത് നിന്ന് ഇങ്ങനെ ലൂവേഴ്സ് പോയിട്ട് സീലിങ്ങിലൂടെ വന്ന് അത് താഴെ ഫ്ലോറിൽ മുട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഗസ്റ്റ് ബെഡ്റൂം കൂടെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ കയറി വരുന്നത് ഒരു വാർഡ്രോബ് സ്പേസിലേക്കാണ്. ഈ ഒരു വാള് മുഴുവനായിട്ട് വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. നേരെ ബാക്കിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ബെഡ്റൂം ഒന്ന് കാണാം. ഇവിടെയാണ് ബെഡ്റൂമിൻ്റെ സ്പേസ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സൈസ് വരുന്ന ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണ് നമുക്ക് പറയാം. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. 6 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഏതാണ്ട് ഒരു 6.5 മീറ്റർ വിഡ്ത്തും വരുന്ന രീതിയിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. ഹെഡ് ബോർഡുകൾ കുഷൻ കവേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ വരുന്നു. വിൻഡോസൊക്കെ വലിയ വിൻഡോസ് ആണ് എല്ലാ റൂമിലും കൊടുത്ത പോലെ ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 ആം ചെയർസ് നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് വാളിൽ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. സോ ഈ വീഡിയോ ഓൾമോസ്റ്റ് നമ്മൾ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ആർക്കിടെക്റ്റുകളെ കുറിച്ചായിരുന്നു നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിരുന്നത്. അവരുടെ സർവീസുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സവീറ്റോ ഡിസൈൻ സ്റ്റുഡിയോ ആണ് ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അവർ എറണാകുളം ബേസ് ചെയ്തിട്ട് കേരളത്തിൽ എല്ലാ ഭാഗത്തും വർക്ക് എടുക്കുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. കേരളത്തിന് പുറത്തും ആർക്കിടെക്ചറൽ സർവീസുകൾ കൊടുക്കാൻ അവർക്ക് സാധിക്കും. നിങ്ങൾക്ക് ടേൺകീ പ്രൊജക്റ്റ് ആയിട്ടും അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ഒരു വീടിൻ്റെ വർക്ക് പ്ലാനിങ്ങോ അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഇൻറ്റീരിയർ ഫിനിഷിംഗ് ആണെങ്കിലും അവർക്ക് അണ്ടർടേക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തു തരാൻ സാധിക്കും. കോൺടാക്ട് നമ്പർ ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഓഫീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നൽകുന്നുണ്ട്. നേരിട്ട് അപ്പോയിൻമെൻറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് നമ്പറിൽ വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവരുടെ ഓഫീസിൽ ഇരുന്നൊരു ഡിസ്കഷൻ എടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന വർക്കുകളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.